നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 9 ജന്മസംഖ്യയുള്ളവരുടെ സമ്പൂർണ്ണ ജാതകം ഒന്ന് പരിശോധിക്കാം. 9 എന്ന സംഖ്യ ചൊവ്വ ഗ്രഹത്തിന്റെ ചിഹ്നമാണ്. അതിദേവത ശ്രീ സുബ്രഹ്മണ്യനാണ്. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 9 ജന്മസംഖ്യയുള്ളവരാണ്. ജന്മസംഖ്യ 9ന്റെ അധിപൻ ചൊവ്വയാണ്. അതിന്റെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നീ സംഖ്യകളാണ്. സൂര്യൻ, ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ അനുകൂല ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 4, 5, 7, 8 എന്നീ സംഖ്യകളാണ് പറയുന്നത്. അതായത് സമന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ രാഹു, ബുധൻ, കേതു, ശനി എന്നിവരാണ്. ശത്രു സംഖ്യയായി 6 ആണ് പറയുന്നത്. ശുക്രനാണ് ശത്രുഗ്രഹം. ജന്മാക്ഷരമായി I, R എന്നീ അക്ഷരങ്ങളാണ് ഇവർക്ക് യോജിച്ചത്. ഇവർക്ക് അനുകൂല നിറം ചുവപ്പാണ്. രത്നം ചുവന്ന പവിഴമാണ്. ലോഹം ചെമ്പാണ്. ഇവരുടെ യോജിച്ച തൊഴിലുകൾ ഒന്ന് പരിശോധിക്കാം. ഓർഗനൈസർ, മാനേജർ, സൈനിക സേവനം, പോലീസ്, എഞ്ചിനീയറിംഗ്, ശസ്ത്രക്രിയ, രാസവസ്തു വ്യാപാരം, യുദ്ധോപകരണങ്ങളുടെയോ സ്ഫോടക വസ്തുക്കളുടെയോ നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഇവർക്ക് അനുകൂലമാണ്. നമുക്കിനി ഇവരുടെ സ്വഭാവം കൂടി ഒന്ന് പരിശോധിക്കാം. തീവ്രമായ മനോഗതിയും അസാധാരണമായ പ്രവർത്തന ശൈലിയും ഇവർക്ക് ജന്മസിദ്ധമാണ്. ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമരകുതികളായിരിക്കും ഇവർ. ഇവരെ അവഗണിക്കുന്നത് ഇവർ പൊറുക്കുകയില്ല. പൊതുവെ ഇവർക്ക് ജീവിതാരംഭത്തിൽ പല വൈഷമ്യങ്ങളും നേരിട്ടേക്കാമെങ്കിലും ധീരതയും സ്ഥിരചിത്തതയും കൊണ്ട് പിന്നീട് വിജയികളായിത്തീരും. സൈനിക സേവനത്തിലുള്ള പലരും 9 എന്ന ജന്മസംഖ്യ ഉള്ളവരാകാം. ആപൽ സംഭവങ്ങളിൽ നിന്നുള്ള അടയാളങ്ങളോടുകൂടി അല്ലാതെ ഇവർ ജീവിതയാത്ര തുടരുന്നത് വളരെ അപൂർവമാണ്. വിവേകശാലികൾ കായികമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയില്ല എങ്കിലും മാനസികമായ പോരാട്ടത്തിലെങ്കിലും ഏർപ്പെടാതിരിക്കുകയില്ല. ഇവർ സർവസ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തത്വോപദേശങ്ങളും ഗുണദോഷങ്ങളും ഇവർക്ക് രുചിക്കുകയില്ല. അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഇവർക്ക് വിശ്വാസം ഉണ്ടാവുകയില്ല. മിത്രങ്ങളോടും കളത്രപുത്രാദികളോടും പോലും ഇവർ കലഹത്തിന് ഒരുമ്പിടും. സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇവരെ അനുസരിപ്പിക്കാൻ പ്രയാസമാണ്. ഇവരെ ചൊൽപ്പടിക്ക് നിർത്താൻ നയതന്ത്രജ്ഞയായ ഭാര്യയ്ക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇവർക്ക് ഏത് കാര്യത്തിലും അപൂർവമായ യുക്തികൾ തോന്നും. പരാജയങ്ങളെ ഇവർ വകവയ്ക്കാറില്ല.
എന്തും സഹിക്കാനുള്ള മനോബലം ഇവർക്കുണ്ടാകും. മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുവാനും ഊർജ്ജസ്വലരാക്കുവാനുമുള്ള ഉപദേശങ്ങൾ ഇവർക്ക് വശമാണ്. ധാരാളം പണം സമ്പാദിക്കുകയും ധാരാളിച്ച് ചെലവാക്കുകയും ചെയ്യും. ഏതെങ്കിലും രംഗത്തു നിന്നും ഇവർ പിൻവാങ്ങുന്നുവെങ്കിൽ അത് പരാജയ ഭീതി കൊണ്ടോ ഭീരുത്വം കൊണ്ടോ ആയിരിക്കുകയില്ല, പൂർവാധികം കരുത്താർജിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഇവർ രസതന്ത്ര ശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും അയോധന വിദ്യയിലും വൈദഗ്ധ്യം സമ്പാദിക്കും. മനസ്സിനിണങ്ങിയവർക്ക് എന്ത് സഹായവും ചെയ്യാൻ ഇവർക്ക് മടിയുണ്ടാവുകയില്ല. നമുക്കിനി ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് പരിശോധിക്കാം. ഒത്ത പൊക്കമുണ്ടായിരിക്കും, നല്ല വണ്ണവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കാഴ്ചയിൽ പൊക്കക്കുറവ് തോന്നിക്കും. വായ് അല്പം വലുതായിരിക്കും, പല്ലുകൾ വലുതായിരിക്കും. പൊതുവെ ഇവരുടെ മൂക്കിന് നീളം കൂടിയതായിരിക്കും. നടത്തത്തിന് നല്ല വേഗതയും ഉണ്ടായിരിക്കും. കാഴ്ചയിൽ ഇവർ നല്ല കരുത്തുള്ളവരായിരിക്കും. ശരീരത്തിന് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും. ഇവരുടെ ആരോഗ്യകാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. കുടൽ സംബന്ധമായിട്ടുള്ള രോഗവും അർശസും ഇവർക്കുണ്ടാകാൻ ഇടയുണ്ട്. ഇടയ്ക്കിടെ ജലദോഷം, ജ്വരം തുടങ്ങിയ രോഗങ്ങൾ പിടിപെടാവുന്നതാണ്. 18, 27, 36, 45, 54, 63, 72, 81, 90 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം സംഭവിക്കാവുന്നതാണ്. ലഹരി പദാർത്ഥങ്ങൾ ഇവർ പൂർണ്ണമായും വർജിക്കേണ്ടതാണ്. ഇവർ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഹാരത്തിൽ കൂടുതലായി ചേർത്ത് കൊള്ളുന്നത് ഉത്തമമാണ്. കൂടാതെ ഭക്ഷണത്തിൽ മുള്ളങ്കി, ഇഞ്ചി, കുരുമുളക് എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് അനുകൂലമാണ്. ഇലക്കറികളും ഇവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മാംസഭക്ഷണവും മസാലകളും ഉപേക്ഷിക്കുന്നതാണ് ഇവർക്ക് കൂടുതൽ നല്ലത്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. സന്താനക്ലേശം ഉണ്ടാകാൻ ഇടയുണ്ട്. ഇവരുടെ തൊഴിൽ കാര്യങ്ങൾ കൂടുതലായി നമുക്കൊന്ന് പരിശോധിക്കാം. സൈനിക സേവനം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, ജ്യോതിഷം, അയോധന വിദ്യ എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഇവർ ശോഭിക്കും. സൈനിക വകുപ്പിലോ നീതിപാലന വകുപ്പിലോ ഉദ്യോഗം ലഭിച്ചേക്കാം. യന്ത്ര സാമഗ്രികളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും സാമർഥ്യമുണ്ടായിരിക്കും. എഞ്ചിനീയർ ആകാനും സാധ്യതയുണ്ട്. ജ്യോതിഷം, വൈദ്യം തുടങ്ങിയവയിലും പ്രാവീണ്യം നേടിയേക്കാം. ഇനി 9 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ശാസ്ത്രജ്ഞനായ കെപ്ലർ, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റ്, അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സൺ, സാഹിത്യകാരനും ചിന്തകനുമായിരുന്ന ബേട്രൻ റസൽ, സന്യാസിയായ രാമകൃഷ്ണ പരമഹംസൻ തുടങ്ങിയവർ 9 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം. സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.